മസ്റ്റ് ബി ബോൺ എഗെയിൻ. നീ വീണ്ടും ജനിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ചില കമാൻഡ്സ്, അത് ആധികാരികമായിട്ട് യേശു ക്രിസ്തു ചില കാര്യങ്ങൾ പറഞ്ഞതാണ് ഈ കുറച്ച് ദിവസത്തിലേക്ക് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. യേശുവിനെ കുറിച്ച് നമ്മൾ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും യേശു സ്നേഹമാണ്, സകലതും വഹിക്കുന്നവനാണ്, നമുക്ക് വേണ്ടി കരുതുന്നവനാണ്, നമുക്ക് വേണ്ടി ക്രൂശ് എടുത്ത്, അതൊക്കെ നമ്മൾ പറയുന്നുമുണ്ട്, വിശ്വസിക്കുന്നുമുണ്ട്. പക്ഷെ ചില കമാൻഡ്സ്, അതായത് ചില ഓർഡറുകൾ ആധികാരികമായിട്ട് യേശു പറഞ്ഞിട്ടുള്ളത് നമ്മൾ അനുസരിക്കുക തന്നെ വേണം. കർത്താവ് പറയുന്നുണ്ടല്ലോ, എന്നിൽ വിശ്വസിക്കുന്നവൻ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം അനുസരിക്കും. ദേ ആർ നോട്ട് ഡിഫിക്കൽട്ട്. ആ കമാൻഡ്സ് ഒന്നും പാടുള്ളതല്ല. അപ്പം യു മസ്റ്റ് ബി ബോൺ എഗെയിൻ എന്നുള്ളത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലാണ് നിക്കോദിമസിനോട് യേശു ക്രിസ്തു പറയുന്ന ഒരു ഭാഗമാണ്. അതിൽ 2-3 സെൻറ്റൻസ് വായിച്ചിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിക്കോദിമസിനോട് യോഹന്നാൻ്റെ 3-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയെ നിക്കോദിമോസ് എന്നു പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു. രാത്രിയിൽ വന്ന് അവൻ്റെ അടുക്കൽ വന്നിട്ട്, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടായി വന്നിരിക്കുമെന്ന് ഞാൻ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളൊന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദിമസ് ചോദിക്കുന്നത്, നീ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നാന്നറിയാം. കാരണം നിൻ്റെ അതിശയങ്ങളും നിൻ്റെ സംസാരവും കേൾക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം, അതായത് നിക്കോദിമസ് എന്ന് പറയുന്ന വ്യക്തി യഹൂദന്മാരുടെ റൂളിംഗ്, അതായത് ഫാരിസീസിൻ്റെ നല്ല പ്രധാനിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണെന്ന് ഇംഗ്ലീഷിൽ അത് വ്യക്തമായിട്ട് ഇരുന്നത് ഇങ്ങനെയാണ്: നിക്കോദിമോസ് ആക്ച്വലി ഈസ് എ മെമ്പർ ഓഫ് ദ ജൂവിഷ് റൂളിംഗ് കൗൺസിൽ. അതായത് അവിടെ അധികാരമായിട്ട് വലിയ പദവിയിൽ ദൈവത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ തോറായിൽ നിന്ന് അല്ലെങ്കിൽ യഹൂദൻ്റെ പുസ്തകത്തിൽ നിന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്, പഠിത്തമുള്ള വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പകല് വരാൻ പേടിയാണ്, കാരണം സമൂഹത്തിൽ ഒരു വലിയ സ്ഥാനമുണ്ട്. എന്നാൽ ഇത് അറിയണമല്ലോ എന്നുള്ള ആഗ്രഹം കൊണ്ട് നിക്കോദിമോസ് രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന്, യേശുവിനെ അറിയാൻ വരുമെന്ന്. ഒന്നും അറിയാത്ത ദൈവമല്ലല്ലോ. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എനിക്കറിയാം, ഞങ്ങൾക്കറിയാം, അതായത് ഞങ്ങളുടെ റൂളിംഗ് കൗൺസിലിന് എല്ലാവർക്കും അറിയാം നീ ദൈവത്തിങ്കിൽ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ഉപദേശം ഇത്ര ധൈര്യമായിട്ട് പറയാനൊക്കത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ യേശു ടു ദ പോയിൻ്റ്, അതായത് വന്നത് നീ എന്തിനാണെന്നുള്ളത് ആത്മാവിൽ അറിയുന്ന ദൈവം തമ്പുരാൻ വ്യക്തമായിട്ട് നിക്കോദിമസിനോട് പറയാണ്, നീ വീണ്ടും ജനിക്കണം. നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ പുതുതായി ജനിക്കുക എന്ന് പറയുമ്പം ദ കൺസെപ്റ്റ്, ഒരാൾ വീണ്ടും ജനിക്കുക, ഇപ്പോൾ ഒരു പ്രായം ചെന്ന ഒരു വ്യക്തി വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല. അന്നകാലങ്ങളിൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വചനം കേട്ട് കുറച്ചൊക്കെ ഈ വീണ്ടും ജനനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ടു ബി ബോൺ എഗെയിൻ. ഒരു മനുഷ്യന് 2 തരത്തിലുള്ള ജന്മമാണ് വേദപുസ്തകപ്രകാരം. ഒന്ന് ഫിസിക്കൽ ബർത്ത്, അതായത് അമ്മയുടെ ഉദരത്തിൽ അമ്മയിൽ കൂടെ 9 മാസം വഹിച്ച് ഫിസിക്കലായിട്ട് നമ്മൾ ഉണ്ടാകുന്നു. അങ്ങനെയാണ് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ്. നമ്മളെല്ലാം ഒരു അമ്മയിൽ കൂടെ കടന്നു പോകുന്നു. ഓരോ അമ്മമാർ ഓരോരുത്തർക്കൊണ്ട് ദൈവം വെച്ചിരിക്കുകയാണ്. ആ ഫിസിക്കൽ ബർത്തിൽ ജീവിച്ച് മരിക്കാൻ സാധിക്കും, കുറേയൊക്കെ കാര്യങ്ങൾ നേടിയെന്നും ഇരിക്കും. ഈ പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞിട്ടും 970 years 970 വർഷത്തോളം അന്ന് ജീവിച്ചിരുന്നതാണ്. അന്ന് പാപം കൊണ്ട് കണ്ടാമിനേറ്റഡ് അല്ലായിരുന്നു മനുഷ്യൻ. ഇന്ന് 100 വയസ്സ് 70 80 ചിലപ്പോൾ നേരത്തെ മരിക്കുന്നതായിട്ട് കാണാം. അപ്പം ഈ ജീവിതത്തിൽ 2 തരത്തിലുള്ള ജനനമുണ്ട് എന്ന് പറയുമ്പം, ഒന്ന് മാനുഷികമായ ജന്മം, 2 ആത്മീകമായ ജന്മം. അപ്പോൾ ഈ ആത്മീകമായ ജന്മത്തിൻ്റെ ഉറവിടമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു കടന്നു വന്നിരിക്കുന്നത് നമുക്ക് ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടതായ ആത്മാവിന്, ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ വിളിക്കുന്നത് സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്ന് യേശുക്രിസ്തു യോഹന്നാൻ്റെ 4-ാം അധ്യായത്തിൽ ശമരിയക്കാരി സ്ത്രീയോട് പറയുന്നുണ്ട്. അപ്പോൾ ദൈവം ആത്മാവാകുന്ന ഒരു വ്യക്തി, ഈ ആത്മാവ് നഷ്ടപ്പെട്ട്, അതായത് പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിന്ന് പോയി. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് പോയ നമ്മൾ പിന്നെ പിശാചിന് അടിമയാണ്.
അപ്പോൾ ദർ ഈസ് നോ അല്ലെങ്കിൽ ന്യൂട്രൽ മീഡിയ ഇല്ല. ഒന്നുകിൽ ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു, അല്ലെങ്കിൽ ദുഷ്ടപിശാചിൻ്റെ ആധിപത്യത്തിൽ അവൻ പറയുന്നതനുസരിച്ച് കുറേയൊക്കെ നന്മ കാണിച്ചും മറ്റുള്ളവരെ കളിപ്പിച്ചും നമ്മൾ ഈ ലോകത്തിൽ അങ്ങ് ജീവിച്ചിട്ടങ്ങ് പോകും. ആ ജീവിതത്തിന് വലിയ വിലയില്ല. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എത്രയോ വലിയ ലോകം മുഴുവനും പിടിച്ചടക്കിയിട്ട് മരിക്കാൻ നേരത്തെ ഒരു കാര്യമാണ് പറഞ്ഞത്, എൻ്റെ കൈ രണ്ടും പുറത്തോട്ട് ഇട്ടേക്കാൻ, കാരണം ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ലെന്ന്. അങ്ങനെയാണ് പലരും ജീവിക്കുന്നത്. നമ്മളെല്ലാം ഉണ്ടാക്കി വെക്കുന്ന ഒന്നും കൊണ്ട് സ്വർഗത്തിലോട്ടോ നരകത്തിലോട്ടോ പോകാനൊക്കത്തില്ല. അങ്ങനെ രണ്ടാമതൊരു ജനനം വേണമെന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ചിന്ത പോലും പുതുതായിട്ട് ഇട്ടുകൊടുക്കേണ്ട ഒരു കാലത്തിലാണ് നിക്കോദിമോസ് വന്ന് ചോദിക്കുന്നത്. യേശു എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഉണ്ടായ ഒരു മകനാണ്. പരിശുദ്ധാത്മാവിന് സാധ്യമായിട്ടൊന്നുമില്ല. പിതാപുത്ര പരിശുദ്ധാത്മാ 3 പേരൊന്നിച്ച് ചേർന്ന് ഭൂമിയും ഭൂതലം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഏതേൻ തോട്ടവും നിർമ്മിച്ചു കഴിഞ്ഞ് അവർ പറയുകയാണ്, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ ഛായയിൽ മനുഷ്യനെ ഉണ്ടാക്കണം. അപ്പം ഒരു മനുഷ്യനെ നോക്കിയാൽ ദൈവഛായ കാണണം. അങ്ങനെയാണ് ആദ്യത്തെ ദൈവത്തിൻ്റെ പ്ലാൻ. പക്ഷെ പാപം ചെയ്തോടെ ആ പ്ലാനെല്ലാം മാറി. ദൈവം പറഞ്ഞു, നീ പാപം ചെയ്യുന്നത് ദൈവത്തെ അനുസരിക്കുന്നില്ല എങ്കിൽ മ്യൂട്ടിനിയാണ്, ഇല്ല എങ്കിൽ നിൻ്റെ ആത്മാവ് മരിക്കും. കർത്താവ് വ്യക്തമായിട്ടും പറഞ്ഞതാണ്. എന്നിട്ടും മനുഷ്യൻ പാപം ചെയ്തു. അങ്ങനെ നമ്മുടെ ആത്മാവ് മരിച്ചു. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന നമ്മൾ ആദ്യകാലങ്ങളിൽ ആത്മാവ് ശക്തമായിട്ട് ഗ്ലോറിയായിട്ട് പുറത്ത് നിന്നിരുന്നു. അതുകൊണ്ട് നമ്മുടെ ദേഹം അകത്തായിട്ടാണ് വരുന്നത്. ഈ ആത്മാവിനെ വഹിക്കുന്ന ഒരു ശരീരം ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഗ്ലോറി പോലെ, അതായത് പിതാവാം ദൈവത്തെ ആരും കാണത്തില്ല, കാരണം അവൻ്റെ ഗ്ലോറി മഹത്വം ചുറ്റും നിൽക്കുമ്പം നമുക്ക് കണ്ണഞ്ചിക്കുന്ന പോലെ അവനെ നോക്കുമ്പോൾ 10 സൂര്യൻ ഒന്നിച്ചു പ്രകാശിച്ച് നിൽക്കുന്ന പോലെ പിതാവാം ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് നമുക്ക് നോക്കി നിൽക്കാനൊക്കത്തില്ല. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഒരു പ്രതിച്ഛായ മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ ആത്മാവിൻ്റെ ശക്തിയാണ് പുറത്തിങ്ങനെ ഗ്ലോറിയായിട്ട് നിന്നത്. അതുകൊണ്ട് വസ്ത്രം ഗ്ലോറി കവർ ചെയ്യായിരുന്നു. പക്ഷെ പാപം ചെയ്തപ്പോൾ ഈ ഗ്ലോറി അങ്ങ് പോയി ശരീരം പുറത്തു വരികയാണ്. ശരീരം വ്യക്തമായിട്ട്. അതാണ് ആദ്യ ഭാഗത്തിൽ ആദം പറയുന്നത്, എന്താണ് നീ വിളിച്ചിട്ട് എന്താ വരാഞ്ഞെന്ന് ദൈവം ചോദിക്കുമ്പോൾ ആദം പറയുകയാണ്, ഐ ഫീൽ ഐ എം നേക്കഡ്, ഞാൻ നഗ്നനാണെന്ന്. ദൈവം ചോദിക്കുന്നു, ആര് പറഞ്ഞു നിന്നോട് നീ നേക്കഡാണെന്ന്? അപ്പോൾ ഗ്ലോറി പോയി കഴിഞ്ഞ് ഏതൊരു വ്യക്തിയും നേക്കഡാണ്. അപ്പോൾ ഈ ഭൂമിയിൽ കാണുന്ന മനുഷ്യൻ്റെ പല പ്രകൃതങ്ങൾ, അതായത് ദേഷ്യപ്പെടൽ, പിന്നെ സഹിക്കാൻ വയ്യാതായിട്ട് മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോകുന്നത്, ദിനം പ്രതി ദൈവത്തിൽ നിന്ന് അകന്ന് നിന്നിട്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്യുക, കളവ് ചെയ്യുക, ഈ 10 കൽപ്പനയ്ക്കെതിരായിട്ട് ചെയ്യുന്നതെല്ലാം കാരണം ആത്മാവില്ലാത്ത ഒരു വ്യക്തിയാണ്. ആത്മാവില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും നന്മ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനോ അത് സ്വർഗത്തിൽ വാല്യൂ ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. അത് മനസ്സിലാകാതെ ഉറവ് തെറ്റി നമ്മൾ പേപ്പറിൽ കുറച്ച് പേര് വരാൻ വേണ്ടി മാത്രം ചെയ്യുന്നതുകൊണ്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് കിരീടങ്ങളൊന്നും കിട്ടത്തില്ല, നിത്യജീവനും കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ ജീവനുള്ള ദൈവം പറയുന്നു, നീ വീണ്ടും ജനിക്കണമെന്ന് നിർബന്ധം പറയും. ഈ വീണ്ടും ജനിക്കണമെന്നുള്ളതൊരു സാധാരണ കാര്യമല്ല ഈ പറയുന്നത്. ഇറ്റ്സ് എ കമാൻഡ്. പണ്ട് കാലത്ത് രാജാവിൻ്റെ ഓർഡർ പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ ദേശം മുഴുവനും പറയാൻ ആളുകളെ കുതിര സേവകൾ പോകുമായിരുന്നു. അത് റോഡിൻ്റെ വക്കത്തും മൂലയ്ക്കും നിന്ന് അവർ വിളിച്ചു പറയും. സിമ്പിൾ എക്സാമ്പിൾ ഇപ്പോൾ എടുക്കാമെങ്കിൽ ഇലക്ഷൻ വരുന്നു. ഇലക്ഷൻ്റെ മുമ്പിൽ ഓരോ കോർണറിൽ നിന്നും അല്ലെങ്കിൽ ഓരോ ഭവനങ്ങളിലും കയറി ചെന്ന് ആർക്ക് വോട്ട് ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ഓർഡർ ദൈവം മനുഷ്യന് തന്നിരിക്കുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കത്തക്ക വിധത്തിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇംപ്രിൻ്റ് ചെയ്തിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ ആത്മാവ് മരിച്ചതോടുകൂടി നമ്മൾ സാധാരണ മനുഷ്യനായി മാറുകയാണ്. പിന്നെ അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിക്കോദിമോസെ, ദൈവരാജ്യം കാണണമെങ്കിൽ പോലും അനുഭവിക്കണമെങ്കിലും നീ എന്തായി മാറണം? നീ ഒരു പുതുതായി ജനിക്കണം. വ്യക്തമായിട്ടും നിക്കോദിമോസ് സാധാരണ മനുഷ്യനെ പോലെ ചോദിക്കുന്നു, വൃദ്ധനായ ശേഷം എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്? യേശു പറയുന്നു വീണ്ടും ഉത്തരം, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിൽ ജനിച്ചത് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ഓരോ വാക്കുകൾക്കും 100 മീനിങ് ഉണ്ട്. ഈ 1 യോഹന്നാനിൽ പറയുന്നുണ്ട് 3 കാര്യങ്ങളാണ് ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത്. 3 കാര്യങ്ങൾ: രക്തം, ജലം, ആത്മാവ്. 3ഉം സാക്ഷ്യം പറയുന്ന ഒന്ന് തന്നെയാണ്. അതാണ് രക്തം, ജലം, ആത്മാവ്.
ദൈവത്തിൻ്റെ ആത്മാവിലെ 5-ാം അധ്യായത്തിലാണ് യോഹന്നാൻ്റെ 5 പറയുന്നു, ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു. യേശുക്രിസ്തു തന്നെ ജലത്താൽ വന്നു, ജലത്താലും രക്തത്താലും തന്നെ ആത്മാവ് സാക്ഷ്യം പറയുന്നു. ആത്മാവ് സത്യമല്ലോ. സാക്ഷ്യം പറയുന്ന മൂവറിൻ്റെ ആത്മാവ്, ജലം, രക്തം, ഈ മൂന്നിൻ്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. മനുഷ്യരുടെ അത്ര മതി ഇവിടെ. അപ്പം നമ്മൾ ഈ രക്തം, ജലം, ആത്മാവ് ഒരുപോലെ സാക്ഷ്യം പറയുന്ന ഒരാളെക്കുറിച്ചാണ്. വെള്ളത്താലും ആത്മാവിലാലും നീ ജീവിക്കണം, വീണ്ടും ജനിക്കണം എന്ന് പറയുമ്പോൾ മാനുഷിക ബുദ്ധിക്ക് അത് മനസ്സിലാകത്തില്ല. പക്ഷേ പ്രീഡിസ്റ്റൈൻഡ്, ദൈവം ഉലക സ്ഥാപനത്തിന് മുമ്പ് നിയോഗിച്ച വ്യക്തികൾക്ക് വചനം കേൾക്കുമ്പോൾ അവരുടെ അന്തരാത്മാവിലൊരു തേഴ്സ്റ്റ് അല്ലെ ആഗ്രഹം വരും. സ്വർഗം നിയോഗിച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത്. അങ്ങനെ നമുക്ക് തോന്നും, അയ്യോ നമ്മൾ ജീവിക്കുന്നത് ശരിയല്ല, ഒരു പുതിയ ജീവൻ ആവശ്യമുണ്ട്. ഉണ്ടോ? പുതിയ ജീവിതത്തിലാണോ നമ്മൾ കഴിയുന്നത്? അതിനൊരു വ്യത്യാസമുണ്ട്, സംശയമില്ല. നമ്മുടെ ജഡീക കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ചിന്തയെക്കാട്ടിൽ എത്രയോ അതിമനോഹരമായിട്ട് വിശിഷ്ടമായൊരു ജീവിതം ഈ ഭൂമിയിൽ വെച്ച് ജീവിക്കാൻ നമ്മളെ ദൈവം അനുവദിക്കുകയാണ്. അത് ആത്മീക ജീവിതമാണ്. ആത്മീക ജീവിതം, ഒരു ആത്മീക മനുഷ്യനായിട്ട് ജീവിക്കണമെങ്കിൽ ദൈവം തൻ്റെ സ്നേഹത്തെ കൊണ്ട് നമ്മളെ നിറയ്ക്കാതെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ആ ദിവ്യ സ്നേഹത്തെ നിറയ്ക്കാനായിട്ടാണ് യേശു കടന്നു വന്നത്. യേശു നിക്കോദിമോസിനോട് വളരെ സ്നേഹമായിട്ട് വീണ്ടും ജനനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് ബാക്കി ഭാഗം അടുത്ത ദിവസം എടുക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്, എന്നിലേക്ക് കടന്നു വാ, നിങ്ങൾ പുതിയ ജീവൻ പ്രാപിച്ചെടുക്കുക. പഴയ ജീവിതത്തിൽ ജീവിച്ച് നമ്മൾ എന്തൊക്കെയോ നേടിയെന്ന് വിചാരിക്കുന്നവരോട് ദൈവം പറയുന്നു, ഒന്നും സാധിക്കത്തില്ല. എൻ്റെ അടുക്കൽ വന്ന് നിങ്ങൾ വെള്ളത്താലും ആത്മാവിനാലും, അത് ഞാൻ തന്നെയല്ല സാക്ഷ്യം പറയുന്നത്, 3 പേര്, രക്തം, ജലം, ആത്മാവ്, ഇത് 3ഉം സാക്ഷ്യം പറയുന്ന ഒന്ന് തന്നെയാണ്. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യമായ ജീവനെ തന്നിരിക്കുന്നു. അത് അവൻ്റെ പുത്രനിലാണ്. പുത്രൻ ഉള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവൻ ഇല്ല. ഈ ജീവനെക്കുറിച്ചാണ് യേശു അവിടെ പറയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നീതി സൂര്യനാകുന്ന ദൈവം അതിമനോഹരനായിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ, നിൻ്റെ മുഖത്തിൻ്റെ പ്രഭ ഞങ്ങളുടെ മേലേക്ക് അടിക്കുമ്പോൾ നിന്നെ അല്ലാതെ വേറൊരാളെ കാണാനുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല. അതിട്ട് തരേണ്ടത് ദൈവം തമ്പുരാന്. ഞങ്ങൾ എന്നെ വിചാരിച്ചാലും ഒക്കത്തില്ല. ഈ വചനം കടന്നു ചെല്ലുന്ന ഓരോ ഭവനങ്ങളിലും ആ ജീവനെ പകർന്നു കൊടുക്കാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. വചനം ചെന്ന് കൊള്ളുക തന്നെയല്ല, അത് പ്രവർത്തിച്ചിട്ട് 100 മേനിയായിട്ട് വർദ്ധിച്ച് തിരിച്ചു കടന്നു വരണം. യോശുവ പറഞ്ഞതുപോലെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഈ യുദ്ധത്തിൽ ജയമെടുത്തേ പറ്റൂ. അതുപോലെ തന്നെയാണ് ഈ വചനം അയക്കുന്നത്. നാനാഭാഗത്ത് കടന്നു ചെന്നിട്ട് ഈ വചനത്തിൻ്റെ ശക്തിയിൽ അനേക മക്കളുടെ ആത്മാവിനെ തട്ടിയുണർത്തി ക്രിസ്തുവിലേക്ക് ആകർഷിപ്പിക്കണമേ. നിൻ്റെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് നിർത്തി, നിൻ്റെ വിശുദ്ധ കൃപകളിൽ ഞങ്ങളെ ആക്കി നിർത്തി, വിശുദ്ധമായ നിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നത് സന്തോഷമാക്കി തീർക്കുന്ന വലിയ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈ സ്നേഹത്തിൻ്റെ ആഴം, അത് പൊരുളായിട്ട് നിൽക്കുന്നത് യേശുവാണ്. ആ സ്നേഹമെന്ന് പറയുന്നത് കർത്താവേ, ജീവിതത്തിലെ സെൽഫ് സാക്രിഫൈസ്, നമ്മളെ തന്നെ നമ്മുടെ ഫിസിക്കൽ ബോഡിയെ മാറ്റി നിർത്തി ആത്മാവിനെ വളർത്താൻ എല്ലാവർക്കും ഒരു പ്രചോദനം ഇട്ട് തരണമേ. നിന്നിൽ ഉറച്ചു നിന്ന് ജീവിപ്പാൻ, ചെറുതും വലുതിലും നിന്നോട് ചോദിച്ച് ചെയ്തെടുക്കാൻ, നിന്നിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അവിടുന്ന് അത് ചെയ്യുന്നതിനാലും ഈ ഒരു അനുഗ്രഹം അടുത്ത തലമുറകളിലേക്ക് പാസ് ചെയ്യുന്നതിനും നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.